ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചായക്കടി ആയാലോ. ഡയമണ്ട് കട്ട്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് നമ്മൾ സ്പൈസിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് തന്നെ മധുരത്തിലും ചെയ്യാറുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കുറച്ച് ടിപ്സും കൂടിയുണ്ട്. അപ്പോൾ താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ നന്നായിട്ട് വിസ്താരമുള്ളൊരു ബേസിനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നെകക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറച്ച് വേണം. എരിവ് കുറവാണ്, നല്ല കളറും കിട്ടും. പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പരുവമല്ല, അതിനേക്കാളും കുറച്ചും കൂടി കട്ടിക്ക് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു മാവ് ലൂസായി പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഡയമണ്ട് കട്ട്സ് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അയമോദകയില്ലേ, ഓമം എന്നൊക്കെ പറയും, അത് വേണമെങ്കിൽ ചേർക്കാം. അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക്. ഇനി ഇതുപോലെ മാവ് നന്നായിട്ട് കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണേ. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നല്ല മാർദ്ദവമായിട്ട് കുഴച്ചെടുക്കണം. ശക്തിയായിട്ട് ഇടിച്ചൊന്നും കുഴയ്ക്കേണ്ട, നല്ലോണം അങ്ങനെ തേച്ച് അങ്ങ് കുഴച്ചെടുത്താൽ മതിയേ. ഇതുപോലെ തന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിലേക്ക് ഒട്ടും തന്നെ ആ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കത്തില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. പിന്നെ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ വലിപ്പത്തിലുള്ള ബോൾസായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പൊടി തൂകി പരത്തരുത്. എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയിലേക്ക് ആ പൊടിയെല്ലാം അങ്ങനെ പറ്റിപ്പിടിച്ച് എണ്ണ പെട്ടെന്ന് കളറൊക്കെ മാറിപ്പോവും. അതുപോലെ തന്നെ ഇതങ്ങ് ഈ ഒരു ചപ്പാത്തി പോലെ പരത്തുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം. നന്നായിട്ട് നല്ല വലിപ്പത്തിന് തന്നെ പരത്തിയെടുക്കണേ. ഇപ്പം ഞാനീ പരത്തിയേക്കുന്നതിനകത്ത് ആവശ്യത്തിനുള്ള പൊടി മാത്രമേ തൂകിയിട്ടുള്ളൂ, ഒരുപാടൊന്നും പൊടി തൂകിയിട്ടില്ല. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല വലിപ്പത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ പണ്ടങ്ങാണ്ട് കന്യാകുമാരിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, പക്ഷേ നല്ല യൂസ്ഫുള്ളാണിത്. അത് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഞാനിതിപ്പോൾ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതാദ്യം വറുത്തെടുക്കണം, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വീർത്ത് വരത്തുള്ളേ. നമ്മളിട്ട ഉടനെ തന്നെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കത്തുമില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് വിട്ട് കിട്ടുകയും ചെയ്യേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഫുള്ളും നമ്മളിതിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മളിതേപോലെ ചപ്പാത്തിയൊക്കെ പരത്തി അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തു, എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തേ. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.